ഹായ് ജെയ്മെയിൻ 2026 ജാനുവരി 28 ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടർ ഡ്രോപ്സ് ഫാൾ ഫ്രം എ ടാപ്പ് ഓൺ ദ ഫ്ലോർ 5 meter below at regular intervals of time. The first drop strikes the floor when the sixth drop begins to fall. Okay, the height at which the fourth drop will be from the ground എന്നുള്ള ഹൈറ്റ് ആണ് അറ്റ് ദ ഇൻസ്റ്റന്റ് വെൻ ദ ഫസ്റ്റ് ഡ്രോപ്പ് സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അതായത് ടാപ്പിൽ നിന്ന് റെഗുലർ ഇന്റർവെല്ലിൽ വാട്ടർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടാപ്പ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 5 meter ഹൈറ്റിലാണ് ടാപ്പ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ ഡ്രോപ്പിനും ടോട്ടൽ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 5 meter ആണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറയുക, ഒരു ഡ്രോപ്പ് ആ 5 meter കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. ഒരു ഡ്രോപ്പ് ആ 5 meter കവർ ചെയ്യാൻ, അപ്പോൾ അത് ഫ്രീ ഫോൾ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രീ ഫോൾ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ടൈം, അപ്പോൾ ടി is equal to √2h ഡിവൈഡഡ് ബൈ ജി ആണ്. അറിയാലോ, ആ ഇക്വേഷൻ വന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ഇൻറ്റു ഹൈറ്റ് എത്രയാണ് 5, ജി എത്രയാണ്, ജി 10 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദെർഫോർ യു വിൽ ഗെറ്റ് 1 second എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. അതായത് ഒരു ഡ്രോപ്പ് താഴെ എത്താൻ എടുക്കുന്ന ടൈം 1 second ആണ്. നമ്മുടെ ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ട് ടച്ച് ചെയ്യുമ്പോൾ സിക്സ്ത് ഡ്രോപ്പ് എബൌട്ട് ടു ഫോൾ ആണ്, ഇതല്ലേ കേസ്? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താ അറിയോ, ഈ 1 secondലുള്ള, കാരണം റെഗുലർ ഇന്റർവെല്ലിലാണ് ഡ്രോപ്പുകൾ ഫോളോ ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കൂ, അടുത്ത പരിപാടി എന്താ, ആ റെഗുലർ ഇന്റർവെൽ എത്രയെന്ന് കണ്ടെത്താം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, അത് കണ്ടെത്തുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ചില കൺഫ്യൂഷൻ ചില കുട്ടികൾക്ക് അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഫാൾ ചെയ്യാൻ തുടങ്ങുന്ന ടൈം ഏതാ? അത് 0 second അല്ലേ? ടി is equal to 0 ഫസ്റ്റ് ഡ്രോപ്പ് ഫോളോ ചെയ്യുന്നത്. മനസ്സിലായോ? എന്നിട്ട് ടി is equal to 1 second ആകുമ്പോൾ ആ ഡ്രോപ്പ് ഗ്രൗണ്ടിൽ എത്തുന്നുണ്ട്. അപ്പോൾ ടി is equal to 0 ഫസ്റ്റ് ഡ്രോപ്പ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡ്രോപ്പ് വരുന്നത് ടി എന്ന് പറഞ്ഞത് ആ റെഗുലർ ഇന്റർവെല്ല്, ആ ഇൻ ബിറ്റ്വീനിലുള്ള ആ ടൈമാണ്, ഇന്റർവെല്ലിനാണ്, ആ ടൈം പീരീഡ് ആണ് ഞാൻ ക്യാപിറ്റൽ ടി എന്ന് റെപ്രസെന്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ടി ടൈം ആകുമ്പോൾ സെക്കൻഡ് ഡ്രോപ്പ് വരും. തേർഡ് ഡ്രോപ്പ് വരുന്നത് 2t, ഫോർത്ത് ഡ്രോപ്പോ അത് 3t, ദെൻ ഫിഫ്ത്ത് ഡ്രോപ്പ് നോക്കൂ, ഫിഫ്ത്ത് ഡ്രോപ്പ് 4t, ദെൻ സിക്സ്ത് ഡ്രോപ്പ് എബൌട്ട് ടു ഫോൾ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ 5t. ഇപ്പോൾ റെഡി ആയോ നോക്ക്. അതായത് ഈ ഇന്റർവെല്ലാണ് ശരിക്കും ടി, അതായത് 0 second ഫസ്റ്റ് ഡ്രോപ്പ് ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ടി, 2t, 3t, 4t, 5t. ക്ലിയർ എന്ന് വെച്ചാൽ നമ്മുടെ 1 second അല്ലേ ഒന്നാമത്തെ ഡ്രോപ്പ്, ഈ ഡ്രോപ്പ് ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈം 1 second. ആ 1 second അപ്പം നമ്മൾ എത്ര ഈക്വൽ പാർട്ട് ആക്കിയിട്ട് മാറ്റണം നോക്ക്. 6 ഈക്വൽ പാർട്ട് അല്ല, 5 ഈക്വൽ പാർട്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചത്. അതായത് 1 second നമ്മൾ 5 ഈക്വൽ പാർട്ട് ആക്കി ഡിവൈഡ് ചെയ്യണം. അതായിരിക്കും നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ടി is equal to, അപ്പോൾ എനിക്കുള്ള ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 second ഡിവൈഡഡ് ബൈ 5 seconds. ഡിവൈഡഡ് ബൈ 5 അത്രയും സെക്കൻഡ്. അപ്പോൾ 1/5 second ആണ് നമ്മുടെ ഇന്റർവെൽ എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തതാണ് അടുത്ത സ്റ്റെപ്പ്. എന്താ അറിയോ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇതാ, നമ്മളോട് ചോദിച്ചത് ഈ ഫോർത്ത് ഡ്രോപ്പിനെ പറ്റിയാണ്. ഫോർത്ത് ഡ്രോപ്പ്, അപ്പോൾ ഫോർത്ത് ഡ്രോപ്പ് ഫാൾ ചെയ്യാൻ തുടങ്ങുന്നത് ഏത് സമയത്താണ്? 3t ഫാൾ ചെയ്യാൻ തുടങ്ങുന്നത് ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർത്ത് ഡ്രോപ്പ്, ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ, ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിൽ എത്തി എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിലെത്തി, സപ്പോസ് ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിലെത്തി. ആ സമയത്ത് ഫോർത്ത് ഡ്രോപ്പ്, ഫസ്റ്റ് ഡ്രോപ്പ് ഗ്രൗണ്ടിലെത്തുമ്പോൾ ഏത് ഡ്രോപ്പാണ് യഥാർത്ഥത്തിൽ എബൌട്ട് ടു ഫോൾ ആയിട്ടുള്ളത്? അത് സിക്സ്ത് ഡ്രോപ്പാണ്. സിക്സ്ത് ഡ്രോപ്പ് അപ്പോൾ ആ സമയത്തോടെ ഉണ്ട്. ദിസ് ഈസ് സിക്സ്ത് ഡ്രോപ്പ്. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ, അപ്പോൾ ഫോർത്ത് ഡ്രോപ്പ് സപ്പോസ് അത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി, ഞാൻ ജസ്റ്റ് പറയാണ്.
ഫോർത്ത് ഡ്രോപ്പിന് നമ്മളൊരു പൊസിഷൻ കൊടുക്കണമല്ലോ. അപ്പം ഞാൻ ഫോർത്ത് ഡ്രോപ്പിൻ്റെ പൊസിഷൻ ഇവിടെയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെയാണ് ഫോർത്ത് ഡ്രോപ്പ് എന്ന് വിചാരിക്കാം. നമ്മളോട് ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇതാണ്, ഫോർത്ത് ഡ്രോപ്പ് ആ സമയത്ത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റ് ഉയരത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം എന്നറിയോ? ഫോർത്ത് ഡ്രോപ്പ് ഫാൾ ചെയ്യുന്നത് ഏത് സമയത്താണ്? 3Tയിലാണ്. ഫോർത്ത് ഡ്രോപ്പ് ഫാൾ ചെയ്യുന്നത് 3Tയിലാണ്. അപ്പോൾ ഫോർത്ത് ഡ്രോപ്പ് ഫാൾ ചെയ്യുന്നത് 3T. പിന്നെ 1 സെക്കൻഡിലേക്കുള്ള ടൈം എത്രയെന്ന് നമ്മൾ നോക്കണം. ആ സമയം കൊണ്ട് അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇതായിരിക്കും. ഈ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ 5 മീറ്ററിന് ഈ ഡിസ്റ്റൻസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് നമുക്ക് കിട്ടും. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ അറിയാം? ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, ഫോർത്ത് ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, ഫോർത്ത് ഡ്രോപ്പ് ചെയ്യുന്ന ആ ടൈമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ദ ടൈം അറ്റ് വിച്ച് ഫോർത്ത് ഡ്രോപ്പ് സ്റ്റാർട്ട്. ഫോർത്ത് ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈം, അതിനെ T is equal to, അതാണ് നമുക്ക് 3T എന്ന് പറഞ്ഞത്. 3T, കാരണം 3T ആകുമ്പോഴാണ് ഫോർത്ത് ഡ്രോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര? 3 × 1/5 സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 സെക്കൻഡ് അല്ലേ? 30 / 5 6. അപ്പോൾ 0.6 സെക്കൻഡിലാണ്, ഞാൻ സെക്കൻഡ് ഇങ്ങനെ കൊടുക്കാം, 0.6 സെക്കൻഡിലാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫോർത്ത് ഡ്രോപ്പ് ചെയ്യുന്നത്, ഫോർത്ത് ഡ്രോപ്പ്, ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഫോർത്ത് ഡ്രോപ്പ് ചെയ്യുന്നത് ഈ ടൈമിലാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഇവിടെ എത്തുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ എത്തുന്നു എപ്പോ? ടോട്ടൽ 1 സെക്കൻഡ് ആവുന്ന സമയത്ത് ഇവിടെ എത്തുന്നു. ഒന്നുകൂടെ പറയാം, T is equal to 0ലാണ് ഈ ഡ്രോപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. റെഡി അല്ലേ? അങ്ങനെ T is equal to 0.6 ആകുമ്പോൾ ഇയാൾ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഫസ്റ്റ് ഡ്രോപ്പ് അപ്പോൾ സംവർ ഓവർ ഹിയർ എത്തിയിട്ടുണ്ടാവുള്ളൂ. റെഡി അല്ലേ? 0.6. ആ 0.6 ആവുമ്പോഴാണ് ഫോർത്ത് ഡ്രോപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഇനി ഇയാൾ ഇവിടെ എത്തുമ്പോഴേക്കും ഫോർത്ത് ഡ്രോപ്പ് ഇവിടെ എത്തി. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഫോർത്ത് ഡ്രോപ്പിന് പിന്നെ എത്ര ടൈമാണ് ആ എയറിൽ ഈ പൊസിഷനിൽ എത്താൻ ഉണ്ടാവുക? 1 സെക്കൻഡിൽ നിന്ന് 0.6 സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. യെസ്, അപ്പോൾ ഇനിയാ പറയണേ, ദ ടൈം when the fourth drop in air above h എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ above h. അപ്പോൾ ഈ ഇന്റർവെൽ ഇവിടുന്ന് ഇവിടെ എത്താനുള്ള ഇന്റർവെൽ എന്നാണ് ഈ ഉദ്ദേശിച്ചത്. ഓക്കെ, ദാറ്റ് ഈസ് അപ്പോൾ അതിനെ T' എന്ന് കൊടുക്കാം. T' ഈക്വൽ ടു 1 സെക്കൻഡ് മൈനസ് 0.6. അപ്പോൾ ഈക്വൽ ടു എത്ര? 0.4 സെക്കൻഡ് എന്ന് കിട്ടി. 0.4 സെക്കൻഡ്. ഇനി 0.4 സെക്കൻഡ് കൊണ്ട് അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡിസ്റ്റൻസിന് നമുക്ക് H' എന്ന് കൊടുക്കാം. അപ്പോൾ നൗ therefore ആവശ്യമില്ല. H' is equal to ഫ്രീലി ഫാളിംഗ് ബോഡി അല്ലേ? ഫ്രീലി ഫാളിംഗ് ബോഡി. അപ്പോൾ H' is equal to ut plus half gt square. അപ്പോൾ ut 0 അല്ലേ? ut 0 plus half into g എത്ര? 10 into t എത്ര? 0.4 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് അവിടെ 0.16 കിട്ടി. 0.8 മീറ്റർ അല്ലേ? 0.8 മീറ്റർ കിട്ടി. 0.8 ഇത് H' ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് ആണ് ചോദ്യം. ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ്. therefore H is equal to 5 minus 0.8, that is equal to 4.2 meter is the final answer. എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് 4. അപ്പോൾ ഈ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഫൈനൽ പിക്ചറാണ്. ഇത് നമ്മുടെ ആ ഫൈനൽ പിക്ചറാണ്. എന്ന് വെച്ചാൽ ഇതേതാണ്? ഇത് 6th ഡ്രോപ്പ് ആണ്. ഇത് 6th ഡ്രോപ്പ്, ഇത് 4th ഡ്രോപ്പ്, ഇത് നമ്മുടെ ഫസ്റ്റ് ഡ്രോപ്പ്. അപ്പോൾ ഫൈനൽ പിക്ചറാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ 4.2 ഈസ് ദ ഫൈനൽ ആൻസർ. 4.2 മീറ്റർ.